നമസ്കാരമുണ്ടേ. വളരെ സന്തോഷത്തോടുകൂടി അർജൻറ്റീനയുടെ ഈ ജേഴ്സിയൊക്കെ അണിഞ്ഞ് ഞങ്ങളീ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ? വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫൈനലിൻ്റെ വളരെ ആവേശകരമായ കാഴ്ചകൾ ഫോറൻ മാളിൽ കാണാൻ വേണ്ടിയിട്ടാണ്. വലിയ സ്ക്രീനിൽ, അതായത് മെക്സിക്കോയിൽ നമുക്ക് സ്റ്റേഡിയത്തിൽ പോയി കാണാൻ പറ്റാത്തതുകൊണ്ട് വലിയ സ്ക്രീനിൽ ആ കാഴ്ചകൾ കാണുക. ആ കാഴ്ചകളുടെ എക്സൈറ്റിംഗ് മൊമെൻറ്റ്സ് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പിൽ നിന്നും ടിക്കറ്റ് എടുത്തിരുന്നു കേട്ടോ. 399 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ. ആ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് ഇവിടെ വന്നപ്പോൾ ഫോറം മാളിൻ്റെ ടെറസിലാണ് ഈ കാഴ്ച. അതാ കയ്യിൽ ടിക്കറ്റൊക്കെ സീലിയൊക്കെ ചെയ്ത് തരും. ഇവിടെ മഴയായതുകൊണ്ട് ചെറിയൊരു മഴക്കോട്ട് തന്നു. മഴക്കോട്ടിനെ കുറിച്ചൊന്നും പറയണ്ട, കാരണം അത്ര തിന്നായിട്ടുള്ളൊരു മഴക്കോട്ടായിരുന്നു. ഇതാണ് മഴക്കോട്ട്. ഇതുകൊണ്ട് പറന്നു പോകുന്നു. ഇത്രയേ ഉള്ളൂ, പ്ലാസ്റ്റിക് കൂട് പോലൊരു സാധനം. ഞങ്ങൾ രാത്രി 10:30 ഫോറം മാളിൽ എത്തി കേട്ടോ. മഴയുണ്ട്. മഴയത്താണ് ഇരിക്കുന്നത്. സമയം ധാരാളം ഉള്ളതുകൊണ്ട് ഒരു ചെറിയ സ്നാക്സൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ചു കേട്ടോ. Forum Mall presents FIFA World Cup Stadium in association with Lexon Tata and Radio Mango featuring new Sierra EV launch. So തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു സ്ക്രീനിങ്ങിനൊപ്പം തന്നെ നിങ്ങളിലേക്ക് മറ്റൊരു ലെക്സോൺ ടാറ്റയും റേഡിയോ മാംഗോയുമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഒരു ടാറ്റ EV സിയറ EVയുടെ ലോഞ്ചും ഇതിനോടൊപ്പം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. അർജൻറ്റീന ഫാൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതിൻ്റെ കൊടികളൊക്കെ ആയിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അർജൻറ്റീന ഫാൻസാണ്. ആ EVയുടെ ലോഞ്ചിങ് ആണ് ഈ നടക്കുന്നത് കേട്ടോ. EV ടാറ്റ സിയറ EV ആണ്. EVയുടെ ലോഞ്ചിങ് ആണ്. ടിക്കറ്റോടുകൂടി വളരെ വർണ്ണാഭമായിട്ടാണ് അതിൻ്റെ ലോഞ്ചിങ് ഇവർ നടത്തുന്നത്. തൊട്ടടുത്ത മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ ഇതുണ്ട്. ഇതുപോലെ ആൾക്കാരെ ഇവിടെ കാണാൻ വന്നിരിപ്പുണ്ട് കേട്ടോ. ഈ സ്ക്രീനിൽ കാണാനായിട്ടാണ് അവർ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റേഡിയം കാണിച്ചു തുടങ്ങി. സ്റ്റേഡിയത്തിലെ തിരക്കുകളും ആൾക്കാരെയൊക്കെ രണ്ട് ഫാൻസിനെയും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ TV-യിൽ കണ്ടു കാണും. കളിക്കാർ ടെറസ് ഏതാണ്ട് നിറഞ്ഞ ലക്ഷണമാണ്. ആ ചുറ്റുമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. നമ്മളിരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടമാണ് ഈ കാണിക്കുന്നത്. ഞങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഈ ആവേശം ആസ്വദിക്കുകയാണ്. RJ കാണികളെ ആവേശഭരിതരാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത്ര അതിനോട് പ്രതികരിക്കുന്നില്ല. ഫുട്ബോൾ കാണാനാണല്ലോ, ഫുട്ബോളിനോട് പ്രതികരിക്കാനാണല്ലോ ഇവിടെ ആൾക്കാർ കൂടിയിരിക്കുന്നത്. സ്റ്റേഡിയത്തിൽ വേൾഡ് കപ്പ് വന്നു. ടോം ക്രൂയിസ് അടക്കമുള്ള ആൾക്കാരുടെയൊക്കെ സാന്നിധ്യം സ്റ്റേഡിയത്തിലുണ്ട്. അപ്പോഴാണ് ഒരു മഴ വന്നു. നമ്മളൊക്കെ എല്ലാവരും തന്നെ റെയിൻ കോട്ടിലേക്ക് കയറുകയാണ്. വളരെ തിന്നായിട്ടുള്ളൊരു റെയിൻ കോട്ട്, ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ കീറിപ്പോകുന്ന ഒരു റെയിൻ കോട്ടാണ് ഇവർ നമുക്ക് തന്നത്. ടിക്കറ്റിനൊപ്പം തരുന്നതാണ് കേട്ടോ ഇത്. അർജൻറ്റീനയുടെ കൊടികൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ കേട്ടോ. സ്പെയിൻ്റെ കൊടികൾ ഇവിടെ കാണുന്നില്ല. പക്ഷേ സ്പെയിൻ്റെ ആരാധകർ കുറച്ച് പേരുണ്ട്. കുറച്ച് പേരല്ല, നല്ല ആൾക്കാർ ഉണ്ട്. ഞങ്ങൾ ഈ ചുറ്റുവട്ടമുള്ള ആവേശവും ആർത്തിരമ്പിലൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സ്റ്റേഡിയത്തിലെ പല പല
സംഗീത പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞേ. മോളുടെ പ്രിയപ്പെട്ട ബാൻഡ് BTSൻ്റെ പ്രകടനമുണ്ട് കേട്ടോ. ഷക്കീര എത്തുമ്പോൾ ഭയങ്കര ഒരു ആരോപമാണ് ഈ പറഞ്ഞ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നുണ്ടായത്. സ്റ്റേഡിയത്തിലേക്ക് ടീമുകൾ വരുമ്പോഴത്തേനും നമ്മുടെ ഓഡിയൻസ് ഇളകി മറിയുകയാണ് കേട്ടോ. മുഴുവൻ കളി കാണിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആംബിയൻസ് നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ കളിയിൽ മുഴുകി ശരിക്കും പറഞ്ഞാൽ ആവേശത്തിലായിരുന്നു. അങ്ങനെ മിസ്സായതുപോലെയുള്ള ഒരു ഗോളാണെന്ന് കരുതിയ ഒരു ഗോളിൻ്റെ ഒരു അവസരം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ ഗോൾ, ദ ഫസ്റ്റ് ഗോൾ. അത് 106-ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസ് അടിച്ച ഒരു ഗോൾ. ആ ഗോളാണ് സ്പെയിനിനെ വിജയത്തിലേക്ക് നയിച്ചത്. ഞങ്ങളുടെ ചുറ്റുമുള്ള ഞങ്ങൾ ഉൾപ്പെടെയുള്ള അർജൻറ്റീന ആരാധകർ ശരിക്കും ഡൗണായ നിമിഷം. തൊട്ടു മുമ്പിലിരുന്ന കടുത്ത ഒരു അർജൻറ്റീനൻ ആരാധകൻ നോക്കി കരയുകയാണ്. അങ്ങനെ 120-ാം മിനിറ്റിൽ സ്പെയിൻ 2026 വേൾഡ് കപ്പ് കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. അതിൻ്റെ ആവേശങ്ങളാണ് ഈ കാണുന്നത്. അതീവ ദുഃഖിതനായിട്ടുള്ള ഒരു ആരാധകൻ, അദ്ദേഹം കരയുകയാണ് കേട്ടോ. അർജൻറ്റീന ആരാധകർ നിരാശരാണെങ്കിലും അന്തരീക്ഷത്തിലെ ആ ആവേശം, ലോക ഫുട്ബോളിൻ്റെ ഫൈനലിൻ്റെ ഒരു ആവേശം നമുക്കിവിടെ ശരിക്കും ആസ്വദിക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ കുറേയെങ്കിലുമൊക്കെ നിങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിരാശരാണെങ്കിലും അടുത്ത വേൾഡ് കപ്പിന് വീണ്ടും കാണാമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. കൊച്ചിയിൽ ഒരുവിധം ഉള്ള സ്ഥലങ്ങളിലെല്ലാം മിക്കവാറും ഒന്ന് റോഡ് ബ്ലോക്കായിട്ടുണ്ടാകും. അപ്പോൾ പതിയെ വേണം ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാനായിട്ട്. അതുകൊണ്ട്
സമ്മാനദാന ചടങ്ങിൻ്റെയും തുടർന്നുള്ള പരിപാടികൾക്കൊന്നും നമ്മൾ കാത്തു നിൽക്കുന്നില്ല. വളരെ സൂക്ഷിച്ച് ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി പോരുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വിരാടം വിനോദം ദ 60+ യങ്സ്റ്റർ എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഫോറം മാളിനോട് വിട പറഞ്ഞ് ഉള്ളിൽ അല്പം നിരാശയുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വീഡിയോയുമായിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി.